വേടന് പിന്തുണയേറുന്നു. എന്തിനായിരുന്നു ഈ നാടകം? ജാമ്യത്തിന് പിന്നാലെ വേടനെ പുകഴ്ത്തി വനമന്ത്രിയും. 6 ഗ്രാം കഞ്ചാവ് മുറിയിൽ നിന്ന് പിടിച്ചതിന്റെ പേരിൽ വേടനെ വേട്ടയാടുന്നതിനെതിരെ സമൂഹത്തിൽ പ്രതിഷേധം വ്യാപകമാവുകയാണ്. ആരോ പ്ലാൻ ചെയ്ത നാടകമായിരുന്നു ഈ അറസ്റ്റിന് പിന്നിലെന്ന തരത്തിലാണ് ആരോപണങ്ങൾ ഉയരുന്നത്. കഞ്ചാവിന് പിന്നാലെ സമ്മാനമായി ലഭിച്ച പുലിനഖത്തിന്റെ പേരിൽ നടന്ന അറസ്റ്റ് കൂടി വന്നതോടെയാണ് തിരക്കഥ എഴുതിയ നാടകമെന്ന ആരോപണമുയരുന്നത്. അറസ്റ്റ് നടത്തിയതിന്റെ പ്രതിസ്ഥാനത്തേക്ക് സർക്കാർ വരുന്നുവെന്ന് സൂചന ലഭിച്ചതോടെ കളം മാറ്റി ചവിട്ടി തുടങ്ങിയിരിക്കുന്നതും ശ്രദ്ധേയമാണ്. സാംസ്കാരിക പ്രവർത്തകനും കലാകാരനുമായ ഹിരൺദാസ് മുരളിയുടെ അറസ്റ്റിനിടയാക്കിയതും തുടർന്നുണ്ടായ സംഭവങ്ങളും ഏറെ ദൗർഭാഗ്യകരമെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ ബോധമുള്ള ഒരു യുവതയുടെ പ്രതിനിധി എന്ന നിലയിൽ ഏറെ പ്രതീക്ഷയുള്ള കലാകാരനാണ് വേടനെന്നും മന്ത്രി വ്യക്തമാക്കി. അറസ്റ്റിനിടയാക്കിയ സാഹചര്യങ്ങൾ തിരുത്തി അയാൾ തിരിച്ചു വരേണ്ടതുണ്ട്. അതിനായി സാമൂഹികവും സാംസ്കാരികവുമായ പിന്തുണയുമായി വനം വകുപ്പും വേടന്റെ ഒപ്പമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. നിയമപരമായ പ്രശ്നങ്ങൾ അതിന്റേതായ വഴിയിൽ നീങ്ങട്ടെയെന്നും വേടന്റെ ശക്തിയാർന്ന മടങ്ങിവരവിന് ആശംസിക്കുന്നുവെന്നും മന്ത്രി പ്രതികരിച്ചു. വേടന്റെ അറസ്റ്റിൽ വനംവകുപ്പിന്റെ നടപടികളുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ നിർഭാഗ്യകരമാണെന്ന് മന്ത്രി പറഞ്ഞു. ഈ വിഷയം തികച്ചും സമചിത്തതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ വനമന്ത്രി എന്ന നിലയിൽ എന്നോട് ചില മാധ്യമങ്ങൾ ചോദിച്ചതിൽ നിയമവശങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ സാധാരണ കേസുകളിൽ നിന്നും വ്യത്യസ്തമായി കൂടുതലെന്തോ വനംവകുപ്പും വനമന്ത്രിയും ഈ കേസിൽ ചെയ്യുന്നുവെന്ന നിലയിൽ ചില മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും വാർത്ത സൃഷ്ടിച്ചു. വനംവകുപ്പിനും സർക്കാരിനുമെതിരെ ഈ പ്രശ്നം ഏതു വിധത്തിൽ തിരിച്ചുവിടാമെന്ന് ചില ഭാഗത്തുനിന്നും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വസ്തുതയെന്നും മന്ത്രി പറഞ്ഞു. വേടന്റെ ജനപിന്തുണയാണ് മന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ കാരണമെന്ന് വ്യക്തമാണ്. സാധാരണ കേസുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ കേസുകൾ സംബന്ധിച്ച അകാരണമായ ആശങ്ക സൃഷ്ടിക്കും വിധം ചില ദൃശ്യമാധ്യമങ്ങളോട് ബന്ധപ്പെട്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതികരണം നടത്തിയത് അംഗീകരിക്കത്തക്കതല്ല. സർക്കാരിന്റെ അനുമതി കൂടാതെ ഇത്തരത്തിൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തുന്നത് സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. ഇപ്രകാരം അപൂർവമായ ഒരു സംഭവം എന്ന നിലയിൽ ഈ കേസിനെ പെരുപ്പിച്ച് കാണിക്കാനിടയാക്കിയ കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോട് വിശദീകരണം ആരായാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.